ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭയുടെ അനാസ്ഥയാണ് ഡെങ്കിപ്പനി വ്യാപിക്കാൻ ഇടയാക്കിയതെന്ന് പ്രതിപക്ഷം. പുലിഭീതി ഒഴിയാതെ മരോട്ടിച്ചാൽ പുലിയിറങ്ങിയ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. അടാട്ട് പഞ്ചായത്തിൽ 16-ാം വാർഡിൽ മഴവെള്ളം കുത്തിയൊഴുകി റോഡ് അപകടാവസ്ഥയിൽ. ദുരിതത്തിലായി പ്രദേശവാസികൾ. കൊടകരയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചുകയറി. 2 പേർക്ക് പരിക്ക്. ഗുരുവായൂരിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. ഡ്രൈവർ ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രമുഖ ഫുട്ബോൾ താരം ടി.കെ. ചാത്തുണ്ണിക്ക് കായിക ലോകത്തിന്റെ അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് കായിക ലോകത്തെ അതുല്യ പ്രതിഭ. സംസ്കാരം വ്യാഴാഴ്ച. ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അനുശോചിച്ചു. വേലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന കിടായിപ്പാടം ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകും. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭയുടെ അനാസ്ഥയാണ് രോഗം വ്യാപിക്കാൻ കാരണമെന്ന് UDF-ഉം BJP-യും ആരോപിച്ചു. കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് BJP കൗൺസിലർ ശോഭ ഹരിനാരായണനാണ് വിഷയം ഉന്നയിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണവും ഫോഗിങ്ങും യഥാസമയം നടത്താത്തതാണ് രോഗം വ്യാപിക്കാൻ ഇടയായതെന്ന് അവർ പറഞ്ഞു. അതേസമയം നഗരസഭയുടെ വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആരോപിച്ചു. യഥാസമയം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരാത്തത് കൗൺസിലർമാരുടെ വീഴ്ചയാണെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് മറുപടി നൽകി. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടാൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുകയാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് വ്യക്തമാക്കണമെന്നും പ്രൊഫസർ PK ശാന്തകുമാരി ചോദിച്ചു. രോഗബാധിതരുള്ള വാർഡുകളിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുവാനും അടിയന്തരമായി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തെ ചൊല്ലിയും ഭരണ പ്രതിപക്ഷ വാഗ്വാദം നടന്നു. യാതൊരുവിധ മുന്നൊരുക്കങ്ങളുമില്ലാതെ തിടുക്കപ്പെട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പരിഷ്കരണം നടപ്പിലാക്കുന്ന വിവരം കൗൺസിലിൽ അറിയിച്ചിരുന്നില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. എന്നാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഗതാഗത പരിഷ്കാരം സംബന്ധിച്ച് തീരുമാനമെടുത്തതെന്നും നാടിന്റെ വികസനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു. പുലിഭീതി ഒഴിയാതെ മരോട്ടിച്ചാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. പുത്തൂർ ചുള്ളിക്കാവ് പ്രദേശത്തെ ജനങ്ങളാണ് പുലിഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നെല്ലിക്കാക്കുടിയിൽ ചാക്കപ്പന്റെ വീട്ടിലെ ആടിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. ഈ വീടിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും പുലിയെ കണ്ടതോടെയാണ് നാട്ടുകാർ ഭീതിയിലായത്. വീടുകൾക്ക് സമീപം തേക്ക് പ്ലാന്റേഷൻ ആയതിനാൽ പുലികൾക്ക് രക്ഷപ്പെടാനും എളുപ്പമാണ്. ശനിയാഴ്ച വൈകുന്നേരം ഒരു 6 മണി 11 ആവണുള്ളൂ. പിടിച്ച് ഞങ്ങൾ ഇവിടുന്ന് ലേറ്റും എൻ്റെ ലേറ്റ് ഇട്ടപ്പോൾ ചാടിപ്പോയി. ആ വെട്ടം കണ്ടുമാണ് ചാടിപ്പോയത്. അയാൾ വന്നപ്പോൾ ഞാൻ വന്ന് കിടപ്പുകൊണ്ട് ചോരയിൽ കുളിഞ്ഞും ചോരയാണ് കംപ്ലീറ്റ് ചോരായിരുന്നു. ആ ചോരയിൽ മുങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് ചോര ഉണ്ടെന്ന് സംഭവം അറിയണില്ല. അത് കാണുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴുകി നോക്കിയപ്പോഴാണ് ഈ തുള കാണുന്നത്. ഈ ചെവിയുടെ പിടിച്ചിട്ട് വലിച്ച് കൊണ്ടുപോകേണ്ടത് തുള കണ്ടത്. 4 തുളയുണ്ട്. 2 പല്ല് കയറിയണത്. നല്ല വെളുത്തുള്ള പുലിയാണ്. പാലപ്പള്ളി എസ്റ്റേറ്റിൽ നിന്നാണ് പുലികൾ ഈ ഭാഗത്തേക്ക് വരുന്നതെന്നാണ് സൂചന. ഒരേ സ്ഥലത്ത് വീണ്ടും പുലിയെ കണ്ടതോടെ ജനങ്ങളും ഭീതിയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയുടെ നീക്കങ്ങൾ അറിയുന്നതിനായി പ്രദേശത്ത് CCTV ക്യാമറ ഉടൻ സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PS സജിത്ത്, TA അരോഷ്, ഷാജി വാരപ്പെട്ടയിൽ എന്നിവർ പുലിയിറങ്ങിയ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, തൃശൂർ. മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തെക്കുംകര മലാക്ക കദളിക്കാട്ടിൽ പ്രകാശൻ, അച്ചിങ്ങര വീട്ടിൽ കാർത്തിയായനി, തിരുത്തിയിന്മേൽ രാമകൃഷ്ണൻ എന്നിവരുടെ പറമ്പുകളിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രകാശിന്റെ വീടിന് സമീപം വെച്ചിരുന്ന ചക്ക തിന്ന കാട്ടാന സമീപത്തെ കാർത്തിയാനിയുടെ വീട്ടുപറമ്പിൽ നിന്നിരുന്ന പ്ലാവിൽ നിന്ന് ചക്കകൾ പറിച്ചു തന്നു. രാമകൃഷ്ണന്റെ വീട്ടുപറമ്പിലെ പന കാട്ടാന കുത്തിമറിച്ചിട്ടു. പടക്കം പൊട്ടിച്ചാണ് ആളുകൾ കാട്ടാനയെ പിന്തിരിപ്പിച്ചത്. ആനയുടെ ദൃശ്യങ്ങൾ കാട്ടാൻകോട്ടിൽ ബിജുവിന്റെ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അടാട്ട് പഞ്ചായത്തിൽ 16-ാം വാർഡിൽ മഴവെള്ളം കുത്തിയൊഴുകി റോഡ് അപകടാവസ്ഥയിൽ. ദുരിതത്തിലായി സമീപവാസികൾ. അടാട്ട് പഞ്ചായത്തിലെ 15, 16 വാർഡുകളുടെ അതിർത്തിയിലുള്ള റോഡാണ് കുഴികൾ നിറഞ്ഞും വശം ഇടിഞ്ഞും അപകടാവസ്ഥയിലെത്തിയിരിക്കുന്നത്.
ഐശ്വര്യ നഗറിൽ നിന്നും അടാട്ട് നിത്യസഹായമാത പള്ളി റോഡിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് നാട്ടുകാരുടെ സഹായത്തോടെ സ്ഥലം വിട്ടു നൽകി നിർമ്മിച്ച റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡിന്റെ തൊട്ട് താഴെയുള്ള വീടുകളിലേക്കും പറമ്പിലേക്കും ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് ദുരിതമായി മാറിയിരിക്കുകയാണ്. ഓരോ മഴയ്ക്കും വീടിന് പുറകിലും വർക്ക് ഏരിയയിലേക്കും വെള്ളവും ചെളിയും ഒഴുകിയെത്തുന്ന അവസ്ഥയിലാണ്. മഴ പെയ്യുമ്പോൾ വെള്ളവും ചെളിയടക്കം വന്ന് നമ്മുടെ വർക്ക് ഏരിയ മുഴുവൻ നിറഞ്ഞ അടുക്കളയിലേക്ക് കിടക്കണ അവസ്ഥയല്ല. ആ വെള്ളം വരുന്നത് നമുക്ക് തടയാൻ പറ്റണ ഒരു അവസ്ഥയല്ല. ഇപ്പൊ മണ്ണും വെള്ളം വരുന്നില്ലെങ്കിലും ചാക്കുകൾ പൊട്ടി പൊട്ടി വീഴുക. നമുക്ക് വാതിൽ തുറക്കാനോ പുറത്തേക്ക് കിടക്കാനോ പറ്റണില്ല. 2 വർഷത്തോളമായി ആ മതിൽ കെട്ടിയിട്ട് ആദ്യത്തെ ഒരു വർഷം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സമീപവാസികൾ സ്ഥലം വിട്ടുകൊടുത്ത് റോഡ് നിലവിൽ വന്നിട്ട് ഏതാനും വർഷങ്ങളായെങ്കിലും വെള്ളമൊഴുകി പോകുന്നതിന് ഇതുവരെയും കാന നിർമ്മിച്ചിട്ടില്ല. 2010 ഈ വഴി ഇവിടെ വിട്ടുകൊടുത്തത്. അങ്ങനെ വഴി വന്നു, പിന്നെ ഇതിങ്ങനെ പഞ്ചായത്തിൽ എഴുതി കൊടുത്തു. ആ സമയത്ത് ഇത് ആസ്തിയിൽ വന്നു, പിന്നെ അവർ ചെയ്യാന്ന് പറഞ്ഞു. ഫണ്ട് പാസ്സായി വന്നപ്പോൾ ഈ അതിര് അളക്കാൻ ഇവർ കൂട്ടാക്കിയില്ല, ഇതിന്റെ ആൾ ഒപ്പിട്ട് കൊടുത്തില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപയ്ക്കാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ തടയുന്നതിനായി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. ഈ കോൺക്രീറ്റ് ഭിത്തി അവസാനിക്കുന്ന ഭാഗത്തെ മണ്ണ് തള്ളിപ്പോയതാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത്. ഇതിപ്പോ ഒരു വെറുതെ ചാക്കില് കുറച്ച് മണലിട്ടിട്ട് അത് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിന് കാലാവധി കുറച്ച് സമയമല്ലല്ലോ. അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ കുത്തൊലിച്ച് നേരെ വീടിന്റെ പുറകിലേക്ക് വരുന്നു. അപ്പൊ അവർക്ക് അത് തടസ്സമുള്ള കാരണം കൊണ്ട് അപ്പുറത്തെ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് അത് തന്നാൽ നമ്മളിപ്പോൾ അത് മാനുഷിക പെരുന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മൾ തടസ്സം പറയുന്നില്ല. അപ്പൊ അത് അവർ ചെയ്യേണ്ടത് ഇതായിരുന്നു, ആ സൈഡൊന്ന് ബന്ധസാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താണ് എല്ലാ മാലിന്യം വന്നടയുന്നത് നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അവശേഷിക്കുന്ന ഭാഗം കൂടി കോൺക്രീറ്റ് ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനെ കാന നിർമ്മിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ പെയ്യുമ്പോൾ റോഡരികിലെ മറ്റു വീടുകളിലേക്കും വെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. സമീപത്തുള്ള ഒരു വീടിന്റെ മതിലും വീഴാറായ അവസ്ഥയിലാണ്. എന്നാൽ പരിസരത്ത് അവശേഷിക്കുന്ന ഭാഗത്തുകൂടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നത് ചിലവേറിയ പ്രവൃത്തിയായതിനാൽ പഞ്ചായത്തിന് തനിച്ച് ഇത്രയും ഫണ്ട് മാറ്റിവെക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ MLAയുടെയും MP യുടെയും സഹായം തേടിയിട്ടുണ്ടെന്ന് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഇതിനുകൊണ്ട് താൽക്കാലികമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി സാറ് അധികാരത്തിലേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ആദ്യഘട്ടം എന്ന നിലയിൽ ഫണ്ട് 10 ലക്ഷം രൂപ, ഏകദേശം 10 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയും ചെയ്തു. ആ 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ വശത്തേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ വോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ഏകദേശം 40-45 ലക്ഷം രൂപയോളം ആ പ്രൊട്ടക്ഷൻ വാൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. പഞ്ചായത്തിനെ കൊണ്ട് മാത്രം നമുക്കത് സാധിക്കില്ല. അത് ജില്ലാ നമ്മുടെ ഭരണകൂടം എന്ന നിലയ്ക്ക് MLAയുടെയും MP യുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ, അധികാരത്തിലിരിക്കുന്നവരുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ ഓട്ടോറിക്ഷയും കാറും കടന്നുപോയിരുന്ന വഴിയിൽ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അധികൃതർ ഇടപെട്ട് വകുപ്പുകളുടെ ഏകോപനത്തോടെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV. കൊടകര ഗാന്ധിനഗറിൽ ലോറിയിടിച്ച് നിയന്ത്രണം വിട്ട കാർ കടകളിലേക്ക് ഇടിച്ചു കയറി. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടർ അടക്കമുള്ളവ തകർന്നു. ദേശീയപാതയിലൂടെ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ ലോറി ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സർവീസ് റോഡിലേക്ക് വീഴുകയും റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയുമായിരുന്നു. കടകൾ അടഞ്ഞുകിടന്ന സമയത്താണ് അപകടമെന്നതിനാൽ ആളപായമുണ്ടായില്ല. ഇറച്ചി, കോഴി വിൽക്കുന്ന കടയുടെയും ത്രാസ് വിൽപ്പന നടത്തുന്ന കടയുടെയും ഷട്ടറുകൾ തകർന്നു. പരിക്കേറ്റ കാർ ഡ്രൈവറെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണു. മഹാരാജ ഓട്ടോ പാർക്കിലാണ് സംഭവം. കൈപ്പറമ്പ് സ്വദേശി വടേരിയാട്ടിൽ ജയന്റ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ഓട്ടോറിക്ഷയ്ക്ക് നിസ്സാര കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരക്കൊമ്പ് വീഴുന്നത് കണ്ട് ഡ്രൈവർമാർ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മരം ഏതു സമയത്തും കടപുഴകിയേക്കാവുന്ന നിലയിലാണ്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
അജ്ഞാത വാഹനമിടിച്ച് പുതുക്കാട് റെയിൽവേ ഗേറ്റിൽ വീണ്ടും അപകടം. ബുധനാഴ്ച രാവിലെ പുതുക്കാട് ഇരിങ്ങാലക്കുട റോഡിലെ പ്രധാന ഗേറ്റാണ് വാഹനമിടിച്ച് തകരാറിലായത്. ഇതോടെ പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. ഒരു മാസത്തിനിടെ 3ാം തവണയാണ് വാഹനമിടിച്ച് ഗേറ്റ് തകരാറിലാകുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ഗേറ്റ് പിന്നീട് 4 തവണ വാഹനമിടിച്ച് തകരാറിലായി. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ വേഗത്തിൽ റെയിൽപാത മുറിച്ചു കടക്കുവാൻ ശ്രമിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. ഗേറ്റ് അടഞ്ഞു കിടന്നതോടെ നിരവധി വാഹനയാത്രക്കാരും വിദ്യാർത്ഥികളും വലഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ സ്ഥലത്തെത്തി ഗേറ്റിന്റെ തകരാർ പരിഹരിച്ചു. എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. വലപ്പാട് സ്വദേശി പനത്തക്കയിൽ മുഹമ്മദ് ഷാഫിക്കാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തൈക്കാട് ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. വേലൂർ അറക്കൽ ഡേവിസിനാണ് പരിക്കേറ്റത്. പഴയ ബീവറേജസിന് സമീപത്താണ് അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ കേരള ഫുട്ബോൾ പരിശീലകനും കളിക്കാരനുമായിരുന്ന TK ചാത്തുണ്ണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11:30 തൃശൂർ വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ഫുട്ബോൾ താരമായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ കായിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു TK ചാത്തുണ്ണി. ഫുട്ബോൾ മൈ സോൺ എന്ന പേരിലുള്ള ആത്മകഥ TK ചാത്തുണ്ണിയുടേതാണ്. ഒരു ജീവിതം കാൽപന്ത് കളിക്കായി മാറ്റിവെച്ച TK ചാത്തുണ്ണിയുടെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള വീടിന്റെ പേര് പോലും ബോൾ ഭവൻ എന്നാണ്. അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് കായിക കേരളത്തിന്റെ പ്രണാമം. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. നിരവധി കായിക പ്രേമികളും വൻ ജനാവലിയും ചാത്തുണ്ണിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ ചാലക്കുടി പോലീസ് സ്റ്റേഷന് സമീപത്തെ ബോൾ ഭവനിൽ മൃതദേഹം എത്തിച്ചു. ദേശീയ ഫുട്ബോൾ താരങ്ങളായ CV പാപ്പച്ചൻ, KF ബെന്നി, പരിശീലകരായ പീതാംബരൻ, സന്തോഷ്, TG പുരുഷോത്തമൻ, ജോസ് പൂക്കോടൻ, ഹമീദ്, ബിനോയ് ജോർജ് തുടങ്ങി നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഭൗതിക ശരീരം ചാത്തുണ്ണിയുടെ വീട്ടിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോകും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കളിക്കാരനായും പരിശീലകനായും 4 പതിറ്റാണ്ട് സജീവമായിരുന്നു ചാത്തുണ്ണിയെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം പറയുമ്പോൾ അതിൽ മുൻനിരയിലുണ്ടാകും TK ചാത്തുണ്ണിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ എന്നാൽ ഭ്രാന്തായിരുന്നു ചാലക്കുടിക്കാരൻ കണ്ടുണ്ണിയുടെ മകൻ ചാത്തുണ്ണിക്ക്. കായിക ലോകത്തിന് നഷ്ടമായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോഡ്ഫാദറെയാണ്. ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ പന്തിന് പിന്നാലെ പായുന്ന ചാത്തുണ്ണി എന്ന ബാലൻ 1950കളിൽ തന്നെ വേറിട്ട കളിയുടെ കാഴ്ചയൊരുക്കി. പഠനത്തിന് ശേഷം സൈന്യത്തിൽ ചേർന്നതും ഫുട്ബോൾ കളിക്കാരനായി. അധികം വൈകാതെ നാട്ടിലേക്ക് തിരിച്ച അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വളർച്ച അതിശയോക്തി നിറഞ്ഞതായിരുന്നു. കളിക്കളത്തിലെ കരുത്തുറ്റ പിൻനിരക്കാരനായ അദ്ദേഹത്തിന് ദേശീയ മത്സരങ്ങളിലേക്ക് ഓടിക്കയറാൻ അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല. PV രാമകൃഷ്ണന് ശേഷം ദേശീയ ടീമിലെത്തുന്ന ചാലക്കുടിയിലെ 2ാമത്തെ കളിക്കാരനായി ചാത്തുണ്ണി. പെട്ടെന്ന് ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കര ഒരു എനർജി ഉണ്ടായിരുന്നു. കാരണം ഒരു കോച്ചായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. എപ്പോഴും നമ്മുടെ കൂടെ വരിക, നമ്മളോട് സംസാരിക്കുക, നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക. കോച്ചസ് എന്ന് പറയുമ്പോൾ സാധാരണ കോച്ചിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലാണ് കാണുന്നത്. അദ്ദേഹം അങ്ങനെയല്ല, നമ്മൾ കിടക്കുന്നിടത്ത് വന്ന് നമ്മളോട് സംസാരിച്ച് നമുക്ക് വേണ്ട ഒരു മാച്ചിന് വേണ്ട എനർജി, ഗ്രൗണ്ടിൽ കളിക്കാനുള്ള ഊർജ്ജം നമുക്ക് തന്നിരുന്നു. അങ്ങനെയാണ് നമുക്ക് കേരള പോലീസിന് അങ്ങനെ ഒരു വിജയം സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇതിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോച്ചിങ് സൈഡാണ്. കാരണം ഇപ്പോൾ ഏത് ക്ലബ്ബിൽ പോകണോ, ആരാണോ ഓപ്പോസിറ്റ്, അവർക്കനുസരിച്ചിട്ടുള്ള ഒരു പ്രാക്ടീസ് അദ്ദേഹം ഫോളോ ചെയ്യാറുണ്ട്. പിന്നീട് ചാലക്കുടിയിലെ MO ജോസും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായി ദേശീയ ഫുട്ബോൾ രംഗത്തെത്തി. 2 പതിറ്റാണ്ടിന് ശേഷം പരിശീലകന്റെ കുപ്പായമണിഞ്ഞതും കാൽപന്ത് കളിയുടെ സുവർണ കാലഘട്ടമായി. ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ പരിചയസമ്പത്തുള്ള ചാത്തുണ്ണിക്ക് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. ചാത്തുണ്ണി ഞാനായിട്ടുള്ള ബന്ധം വളരെ കൊല്ലം മുമ്പുള്ളതാണ്.
ഫുട്ബോളിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. ഈസ് എ സോൾ ഓഫ് ഫുട്ബോൾ, അങ്ങനെ പറയാം. എല്ലാ കാര്യത്തിലും ഫുട്ബോളിന് കുറേ ആൾക്കാർക്ക് ആർക്കൊക്കെ കോച്ച് ചെയ്ത് അവരൊക്കെ ട്രോഫി ജയിച്ചിട്ടുണ്ട്. അങ്ങനൊരു ഇതായിരുന്നു. വളരെ ഒരു നഷ്ടമാണ് സ്പോർട്സ് ഇതിന്. നിരവധി താരങ്ങളെ കണ്ടെത്തി പന്തുകളിയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിലും ചാലക്കുടിക്കാരൻ ചാത്തുണ്ണി മുൻനിരയിലുണ്ടായി. ചാത്തുണ്ണിയുടെ പരിശീലനത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ മുൻനിര പടയാളികളായി മാറിയവർ ഏറെയാണ്. IM വിജയൻ മുതൽ ഗോവയുടെ ബ്രൂണോ കുട്ടീഞ്ഞോ വരെയുണ്ട് ആ കൂട്ടത്തിൽ. ഫുട്ബോൾ പ്ലേയേഴ്സിനെ വളർത്തി എടുത്ത ഒരാളാണ്. പ്രത്യേകിച്ച് എനിക്കൊക്കെ നല്ല അടുപ്പം. നമ്മുടെ എന്ത് പരിപാടി പറഞ്ഞാലും അപ്പോൾ ഓടിയെത്തുന്നൊരു കോച്ചായിരുന്നു. എൻ്റെ ഒരു അത്രയും വലിയ ഒരു ബഹുമാനം കൽപ്പിച്ചിരുന്ന ഒരാളാണ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുകയും അതൊക്കെ നമുക്ക് എല്ലാം കറക്റ്റാക്കി തരുന്ന അനുഭവ സമ്പത്തുള്ള ഒരു ആളായിരുന്നു. കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് നേടിയതും 1979 കോയമ്പത്തൂർ സന്തോഷ് ട്രോഫിയിലെ കേരളത്തിന്റെ പ്രകടനവും ചാത്തുണ്ണിയേട്ടന്റെ പരിശീലക പ്രതിഭയുടെ മികവ് തെളിയിച്ചു. മോഹൻ ബഗാൻ, ചർച്ചിൽ ബ്രദേഴ്സ്, സാൽഗോക്കർ, FC കൊച്ചിൻ എന്നിങ്ങനെ നിരവധി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിലെ താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. വേലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന കിടായിപ്പാടം ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകും. വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടി പ്രദേശത്ത് 4 ഏക്കറോളം വിസ്തൃതിയിലുള്ള ജലാശയമാണ് കിടായിപ്പാടം. കാർഷിക വൃത്തിക്ക് ജലസേചനത്തിനും വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനുമായിട്ടാണ് കിടായിപ്പാടം ജലസംഭരണി നിർമ്മിക്കുന്നത്. AC മൊയ്തീൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ചാണ് കിടായിപ്പാടം ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെ ചണ്ടിയും ചെളിയും മറ്റവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ കിടായിച്ചിറ. ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം 122 ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ ജലം ലഭ്യമാകും. നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്തുവാനും ഇതുമൂലം സാധിക്കും. സ്ലൂയിസ് കനാൽ വഴി വേലൂർ, വെള്ളാറ്റഞ്ഞൂർ, കുറുവന്നൂർ പാടശേഖരങ്ങളിലേക്ക് ചിറയിലെ വെള്ളം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ വേലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജലസേചനത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെ ഉപകരിക്കാവുന്ന ഒരു പദ്ധതിയാണ് കിടായി പദ്ധതി. ഈ ഡാം വരുന്നതോടുകൂടി നമുക്ക് ഏക്കറുകളെ കണക്കിന് സ്ഥലത്ത് കൃഷി നമുക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കും. വേലൂര് കോടശ്ശേരി കുന്നിൻ്റെ താഴ്വാരത്താണ് നമ്മുടെ ഈ കിടായി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏകദേശം കേച്ചേരി ബൗണ്ടറി വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ ഉപകാരം നമുക്ക് ലഭ്യമാകും. നമുക്ക് ഈ പദ്ധതി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ഇതിനോട് അനുബന്ധിച്ച് 65 ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി കൂടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി വേലൂരിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 300 മീറ്റർ നീളത്തിൽ ലീഡിംഗ് കനാൽ നിർമ്മിച്ച് FRP ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കുക, ചിറയുടെ ആഴം കൂട്ടി സംഭരണശേഷി വർദ്ധിപ്പിക്കുക, ചിറയുടെ കിഴക്ക് ഭാഗം 80 മീറ്റർ നീളത്തിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ 150 മീറ്റർ നീളത്തിലും വശങ്ങൾ 3 മീറ്റർ ഉയരത്തിലും കരിങ്കൽ കെട്ടി സംരക്ഷിക്കുക, ചിറയുടെ ഏറ്റവും താഴ്ന്നതും ബലക്കുറവുള്ളതുമായ കനാൽ കടന്നുപോകുന്ന 100 മീറ്റർ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കുക, 300 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലമുറപ്പിച്ച് 1 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചനം സുഗമമാക്കുക തുടങ്ങിയ പ്രവൃത്തികളാണ് പദ്ധതി രേഖയിലുള്ളത്. ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണനയിൽ ഉണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആമലൂരിൽ പോസ്റ്റർ. അളകപ്പനഗർ കോൺഗ്രസ് ഓഫീസിന്റെ മതിലിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. 20ഓളം പോസ്റ്ററുകൾ പതിച്ചിരുന്നുവെങ്കിലും ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കീറിക്കളഞ്ഞ നിലയിലാണ്. K. മുരളീധരനെ തോൽപ്പിക്കാൻ ടാജറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും മുരളീധരന് വേണ്ടി അളകപ്പനഗർ കോൺഗ്രസ് ഓഫീസിലെത്തിച്ച് കെട്ടുകണക്കിന് പോസ്റ്ററുകൾ ഉപയോഗിക്കാതെ നശിപ്പിച്ചുവെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലത്തിലെ അളകപ്പനഗർ പഞ്ചായത്ത് ഒഴികെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും മുരളീധരന് വേണ്ടി റോഡ് ഷോ നടത്തിയിരുന്നു. എന്നാൽ അളകപ്പനഗർ പഞ്ചായത്തിൽ മുരളീധരനെതിരെയാണ് നേതാക്കൾ പ്രവർത്തിച്ചതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്.
അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി സഞ്ചാരികളും നാട്ടുകാരും. വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ഓടിയെടുക്കുന്നത് നിത്യസംഭവമായതോടെ ഇതുവഴിയുള്ള യാത്ര പലരും ഒഴിവാക്കുകയാണ്. പകൽ സമയങ്ങളിലും ആനക്കൂട്ടം റോഡരികിൽ തമ്പടിക്കുകയാണ്. വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച 2 കാറുകളും ഒരു ബൈക്കും കാട്ടാന ആക്രമിച്ചിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഭാഗത്താണ് ആക്രമണം കൂടുതലായിട്ടുള്ളത്. വിജനമായ ഈ വഴികളിൽ ഭയപ്പാടോടെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ യാത്ര. ഇരിങ്ങാലക്കുട രാമഞ്ചിറ തോട് കടന്നുപോകുന്ന ഉണ്ണായി വാര്യർ റോഡിന്റെ അരിക് ഇടിഞ്ഞു. തോടിന്റെ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന സംരക്ഷണ ഭിത്തിയാണ് നിരന്തരമായി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ഇടിഞ്ഞുപോയത്. പേഷ്കാർ റോഡിൽ കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പിടൽ പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതുവഴിയാണ് തിരിഞ്ഞുപോകുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ റോഡിന്റെ അരികിടിഞ്ഞിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ ഇതുവരെയും അത് ശരിയാക്കിയിട്ടില്ല. കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് റോഡ്. 2002 പേഷ്കാർ റോഡും തെക്കേനട റോഡും ബന്ധപ്പെടുത്തി രാമഞ്ചിറ തോടിന്റെ അരികിലൂടെ ഉണ്ണായി വാര്യർ റോഡ് നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ളവർക്ക് പടിഞ്ഞാറു ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ചെറുതും വലുതുമായ ഒട്ടേറെ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. കെ കരുണാകരൻ മുകുന്ദപുരം MP ആയിരിക്കെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് രാമഞ്ചിറ തോട് അല്പം നികത്തി റോഡ് നിർമ്മിച്ചത്. 2005 റോഡ് ടാർ ചെയ്തതിനുശേഷം പിന്നീട് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. മഴക്കാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിന്റെ വടക്കുഭാഗം കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അടിയന്തരമായി രാമഞ്ചിറ തോടിന്റെ സംരക്ഷണ ഭിത്തി ഉയർത്തി നിർമ്മിക്കണമെന്നും റോഡ് ടാർ ചെയ്യണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃശൂരിലെ ജ്വല്ലറിയിലെ ഡയമണ്ട് സെക്ഷനിലെ മാർക്കറ്റിംഗ് മാനേജറായ സുരേഷ് കുമാറിനെയും സുഹൃത്തുക്കളെയും ഡയമണ്ട് ആവശ്യമുണ്ടെന്നറിയിച്ച് കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന 5 പേർ പോലീസ് പിടിയിലായി. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശികളായ ഫൈസൽ, അഫ്സൽ, നിജാദ്, സെയ്ദ് അലി, അജിത് എന്നിവരെയാണ് എടപ്പാളിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഉദ്ദേശം 6.5 ലക്ഷം രൂപ വില വരുന്ന 2 വജ്രക്കല്ലുകളും സുരേഷ് കുമാറിന്റെ സുഹൃത്ത് ധരിച്ചിരുന്ന 3 പവന്റെ സ്വർണ്ണമാലയും ഇവരുടെ മൊബൈൽ ഫോണുകളുമാണ് പ്രതികൾ കവർന്നത്. എടപ്പാൾ പട്ടാമ്പി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ P. ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഘം ഇവിടെ മുറിയെടുത്തത്. കവർച്ച ചെയ്ത വജ്രക്കല്ലുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ 5 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് കുമാർ സമർപ്പിച്ച പരാതിയിലാണ് കൊല്ലം പോലീസ് കേസെടുത്തത്. പിടിയിലായ പ്രതികളെ കൊല്ലത്തെത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. അന്തിക്കാട് കടവാരം മുതൽ കല്ലിട വഴി കടവ് പാലം വരെയുള്ള 800 മീറ്റർ ദൂരത്തിൽ ഹൈലെവൽ കനാലിലെ ചണ്ടിയും കുളവാഴയും നീക്കി നീരൊഴുക്ക് സുഗമമാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. 1,75,000 രൂപ ചെലവഴിച്ചാണ് ഹൈലെവൽ കനാലിന്റെ ഭാഗത്ത് മഴയിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും നീക്കുന്ന പ്രവർത്തനം നടന്നത്. ചണ്ടിയും കുളവാഴയും ഒഴിവാക്കിയതിനെ തുടർന്ന് കനാലിന്റെ വശങ്ങളിൽ കയർ ഭൂവസ്ത്രം വിരിക്കും. പുത്തൻകോവിലകം കടവ് മുതൽ കല്ലിട വഴി കടവ് വരെയുള്ള ഹൈലെവൽ കനാൽ ബണ്ടിൽ പാഴ്ചെടികളും പുല്ലുകളും വളർന്ന് യാത്ര ദുസ്സഹമായിരുന്നതും ഇവർ നീക്കം ചെയ്തു കഴിഞ്ഞു. മേറ്റുമാരായ രമണി മോഹനൻ, ബിന്ദു രവി, സജിനി, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ 45ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. കയ്പമംഗലം കാക്കാത്തിരുത്തിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 3 മാസം പിന്നിടുന്നു. പരാതി നൽകിയിട്ടും അധികൃതർ പരിഹരിക്കുന്നില്ലെന്ന് ആക്ഷേപം. കാക്കാത്തിരുത്തി സെന്ററിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. 3 മാസം മുൻപാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. 12ഓളം കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വെള്ളക്കെട്ട് കടന്നു വേണം റോഡിലെത്താൻ. 10-12 വീടുകൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫുള്ള് വെള്ളം കിട്ടുന്നത്. ഈ ഭാഗം മാത്രമല്ല, ഫുള്ള് ഈ മറ്റേ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം കംപ്ലീറ്റ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതരെ പലവട്ടം വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ 5ലധികം സ്ഥലത്ത് പൊട്ടിയ കുടിവെള്ള പൈപ്പുകൾ നന്നാക്കിയെങ്കിലും ഈ ഭാഗം ഒഴിവാക്കിയെന്നും നാട്ടുകാർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കയ്പമംഗലം.
കുഴൂർ പഞ്ചായത്തുമായി കൈകോർത്ത് പൊയ്യ പഞ്ചായത്തിൽ ജലനിധി ജൽജീവൻ മിഷൻ പദ്ധതികൾക്ക് ബദലായി നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് ചാലക്കുടി പുഴയിൽ പമ്പ് ഹൌസ് നിർമ്മിക്കുന്ന സ്ഥലം ചെറുകിട ജലസേചന വകുപ്പ് അധികൃതർ സന്ദർശിച്ചു. പദ്ധതിയുടെ നിർമ്മാണത്തിന് അന്തിമ അനുമതി ലഭിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ S.K. രമേശിന്റെ നേതൃത്വത്തിലാണ് പുഴയോരം സന്ദർശിച്ചത്. സ്ഥലപരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച തന്നെ ഇത് സംബന്ധിച്ച് ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകും. ചീഫ് എഞ്ചിനീയറുടെ അനുമതി ലഭിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ജല അതോറിറ്റിയെ പഞ്ചായത്ത് ചുമതലപ്പെടുത്തി തുക കൈമാറും. കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയിൽ 5 MLD വെള്ളം ശുദ്ധീകരിച്ച് ദിവസവും ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഉള്ളത്. പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ അനുവദിച്ച 8.5 കോടി രൂപ പഞ്ചായത്തിന്റെ കൈവശമുണ്ട്. അടുത്ത ഘട്ടത്തിൽ 15 കോടി രൂപ കൂടി ലഭ്യമാകും. പൊയ്യ ജലനിധി പദ്ധതിയിലെ ഗുണഭോക്തൃ വിഹിതത്തിൽ നിന്ന് 25.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 30 സെന്റ് സ്ഥലം ഇതിനായി വാങ്ങിയിട്ടുള്ളത്. ഈ സ്ഥലത്താണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ചാലക്കുടി പുഴയിൽ കുഴൂർ പഞ്ചായത്ത് പരിധിയിലുള്ള കുണ്ടൂർ ബോട്ടുചെട്ടി ഭാഗത്താണ് പമ്പ് ഹൌസ് സ്ഥാപിക്കുന്നതിന് മണ്ണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D നേതൃത്വത്തിൽ തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കലാരംഗത്ത് മികവ് തെളിയിച്ച ഭിന്നശേഷി കുട്ടികൾക്കായി മെഗാ കലോത്സവം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട കൺവെൻഷൻ സെന്ററിൽ നടന്ന കലോത്സവം ലയൺസ് ക്ലബ്ബ് മുൻ ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായാണ് ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഭിന്നശേഷി കുട്ടികൾക്കായി മെഗാ കലാമേള സംഘടിപ്പിച്ചത്. സംഗീതം, നൃത്തം, ലഘുനാടകം, ശിങ്കാരിമേളം, ഒപ്പന, പ്രച്ഛന്നവേഷം തുടങ്ങി വിവിധ ഇനങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ 2500ഓളം പ്രതിഭകൾ പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ അധ്യക്ഷത വഹിച്ചു. മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ സമ്മാനദാനം നിർവഹിച്ചു. സിനിമാ താരം അജയകുമാർ, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ ജെയിംസ് മുളപ്പില, T. ജയകൃഷ്ണൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ MJ തോമസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു പുറത്തൂർ, ഡേവിസ് തട്ടിൽ എന്നിവർ സംസാരിച്ചു. മാള കൃഷ്ണൻകോട്ടയിൽ വീടിന്റെ ഭിത്തിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി. കല്ലറയ്ക്കൽ ആന്റണിയാണ് മാള പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. മാലകളും വളകളുമാണ് നഷ്ടപ്പെട്ടത്. മെയ് 23-നും ജൂൺ 1-നും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. ഈ ദിവസങ്ങളിൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ജൂൺ 1-ന് വീട്ടിൽ വന്ന ശേഷം ചൊവ്വാഴ്ചയാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയുന്നത്. മുളങ്ങുന്നതാവ് ശങ്കരൻചിറ പ്രദേശത്ത് അനധികൃതമായി കുന്നിടിച്ച് മണ്ണ് കടത്തിക്കൊണ്ടു പോകുന്നതിനെതിരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലടി മേഖലാ പ്രവർത്തകർ കിള്ളന്നൂർ വില്ലേജ് ഓഫീസർക്കും മുളങ്ങുന്നതാവ് പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകി. വ്യാഴാഴ്ച തഹസിൽദാർക്കും RDOയ്ക്കും കളക്ടർക്കും ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനും പരാതി നൽകുമെന്ന് പരിഷത്ത് ഭാരവാഹികൾ അറിയിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ ബുധനാഴ്ച വിയൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി സർക്കിൾ ഇൻസ്പെക്ടറോട് കുന്നിടിക്കുന്ന സ്ഥലത്ത് പോയി പ്രതിഷേധിച്ചതിന്റെ വിശദീകരണം നൽകി. നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ഉചിതമായ നടപടിയെടുക്കാമെന്ന് പരിഷത്ത് പ്രവർത്തകർക്ക് SHO ഉറപ്പു നൽകി. പരിഷത്ത് പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി കോലടിയിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ 50ഓളം പേർ വിയൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിയിരുന്നു. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി മുൻ അംഗം T. സത്യനാരായണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C. ബാലചന്ദ്രൻ, IK മണി, മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ, സെക്രട്ടറി BK മുകുന്ദൻ, ട്രഷറർ MN ലീലാമ എന്നിവർ നേതൃത്വം നൽകി. കടവലൂർ പഞ്ചായത്ത് മൈതാനത്തെ വെള്ളക്കെട്ട് മൂലം പഞ്ചായത്തിന്റെ കളിക്കളം എന്ന പദ്ധതി തടസ്സപ്പെടുന്നതായി പരാതി. മൈതാനത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണ് മൂലമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറ്റികളും ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിൽ നിന്ന് കാന നിർമ്മാണം നടത്തിയപ്പോൾ ബാക്കിയായ മണ്ണാണ് മൈതാനത്ത് കൊണ്ടുവന്നിട്ടത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ ഇത് നീക്കം ചെയ്യാനുള്ള ടെൻഡർ വിളിക്കുവാൻ സാധിച്ചില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. മൈതാനത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ മണ്ണ് നീക്കി ബാക്കി ഉടൻ മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. MLA ഫണ്ടിൽ നിന്ന് ലഭിച്ച 31 ലക്ഷം രൂപ വിനിയോഗിച്ച് കമ്പിവേലി, ഇരിപ്പിടം തുടങ്ങിയ നിർമ്മാണങ്ങൾ മൈതാനത്ത് നടത്തിയിരുന്നു. പഞ്ചായത്തിന്റെ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൈതാനം ഇൻഡോർ സ്റ്റേഡിയം ആക്കുവാൻ കായിക വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. കായിക പ്രേമികളുടെ ഏക ആശ്രയമാണ് കടവലൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് ഈ പരൂപെന്ന് അക്കിയാവിലുള്ളത്. ഇന്ന് ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയിലാണുള്ളത്. കാരണം ഇതിൻ്റെ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് നവീകരണം തുടങ്ങിയതാണ്. ആ നവീകരണ വേളയിൽ തന്നെ പല പണികളും പൂർത്തീകരിക്കാതെ ഇന്നും ഇവിടെ കിടക്കുകയാണ്. ഇന്നിപ്പോൾ
ഗുരുവായൂരിൽ സ്വകാര്യ ബസിന്റെ ഡോർ പെട്ടെന്ന് തുറന്നതിനെ തുടർന്ന് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു. മാധ്യമ ലേഖകൻ ഇരിങ്ങപ്പുറം സ്വദേശി ലിജിത് തരകനാണ് പരിക്കേറ്റത്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന രാജപ്രഭ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. ഗുരുവായൂർ മഞ്ചിറ റോഡ് സമീപം ഫയർ സ്റ്റേഷനടുത്ത് സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് ബസ് നിർത്തിയ ആളെ ഇറക്കിയതാണ് അപകടത്തിന് കാരണമായത്. പരിക്കേറ്റ ലിജിത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ചേലക്കരയിൽ സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്റർ പതിച്ചത് CPM-ന്റെ തരം താഴ്ന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിന്റെ ക്ഷീണം തീർക്കുവാനും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഭയന്നുമാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്ററുമായി CPM ഇറങ്ങിയിട്ടുള്ളതെന്ന് PI ഷാനവാസ് ആരോപിച്ചു. ചേലക്കരയിലെ സേവ് കോൺഗ്രസ് പോസ്റ്റ് CPM-ന്റെ ബുദ്ധിയിൽ ഉദിച്ചാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ പാപ്പരത്വത്തിലുപരി രാഷ്ട്രീയ വഷളത്തരത്തിലേക്ക് CPM-ഉം K രാധാകൃഷ്ണനും ചേലക്കരയിൽ കടന്നിരിക്കുകയാണ്. 35,000 വോട്ടോളം ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള കണക്കുകൾ ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 ലോക്കൽ കമ്മിറ്റികളും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയും കൂടി എടുത്ത് കണക്ക് കൊടുത്ത് ആ കണക്ക് അമ്പെ പാളി 5,000-ലേക്ക് കടന്നപ്പോൾ ഉണ്ടായ അടിപതർച്ചയാണ് ഇത്തരത്തിൽ CPM ഒരു സേവ് കോൺഗ്രസ് പോസ്റ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. മാർത്തോമസ് സഭയുടെ കീഴിൽ അക്കിക്കാവിൽ പ്രവർത്തിക്കുന്ന ദീനബന്ധു മിഷൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന സൗജന്യ പ്രഭാത ഭക്ഷണ വിതരണം 200 ദിവസം പിന്നിടുന്നു. മിഷൻ ഡയറക്ടർ ഷൈമോൻ ഏലിയാസാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. രാവിലെ 6:30 ആശുപത്രിയിലെത്തുന്ന പ്രഭാത ഭക്ഷണത്തിനായി 200ഓളം ആളുകളാണ് കാത്തുനിൽക്കുക. ഇഡ്ഡലി, ദോശ, അപ്പം, ഉപ്പുമാവ്, പൂരി തുടങ്ങി ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളാണ് വിളമ്പുക. അക്കിക്കാവിലെ മിഷൻ ക്വാർട്ടേഴ്സിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. പുലർച്ചെ 3 മണി മുതൽ ക്വാർട്ടേഴ്സിലെ അടുക്കളയിൽ ഭക്ഷണം തയ്യാറാക്കൽ ആരംഭിക്കും. സ്നേഹമന്ന എന്ന പേരിൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് മിഷൻ ഭക്ഷണ വിതരണം തുടങ്ങുന്നത്. 40,000 പേർക്ക് ഇതിനകം ഭക്ഷണം നൽകി കഴിഞ്ഞു. ഇങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു അഭിപ്രായം. എത്ര ആൾക്കാർ പാവങ്ങൾ പൈസ ഇല്ലാത്തവരും പൈസ വാങ്ങാൻ ഇല്ലാതിരിക്കുന്നുണ്ട്. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും കടവരാന്തകളിൽ അന്തിയുറങ്ങുന്നവർക്കും പ്രഭാത ഭക്ഷണം എത്തിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും സുമനസ്സുകളുടെ സഹായത്തോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിൽ കടവരാന്തകളിലും മറ്റും അന്തിയുറങ്ങുന്ന നിർധനരായ മനുഷ്യർക്കും 200 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ സുമനസ്സുകളുടെ സഹായ സഹകരണത്താലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അക്കിക്കാവിലെ ആസ്ഥാനത്തെത്തുന്ന പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണം നൽകുന്ന നിറവ്, കിഡ്നി ക്യാൻസർ രോഗികളെ സഹായിക്കുന്ന ദീനകാരുണ്യം തുടങ്ങിയ പദ്ധതികളും വൃദ്ധസദനവും മിഷൻ നടത്തുന്നുണ്ട്. TCV ന്യൂസ്, കുന്നംകുളം. സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച 1ാമത്തെ ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് സംവിധായകൻ മതിലകം സ്വദേശി സുബിൻ കണ്ണദാസ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം AKG സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാനരചയിതാവ് പ്രഭാവർമ്മയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. സിനിമാ സംവിധായകൻ ബാലു കിരിയത്ത് പ്രശസ്തി പത്രം കൈമാറി. അവാർഡ് ദാന സമ്മേളനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഡോക്യുമെന്ററി അവാർഡുകൾ നൽകുന്നതിനായി ശ്രീ പ്രഭാവർമ്മ സാറിനെയും ബാലു കിരീത് സാറിനെയും ശ്രീ വേണു ബി നായരെയും ക്ഷണിക്കുകയാണ്. മികച്ച 1ാമത്തെ ഡോക്യുമെന്ററി പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം. മികച്ച 1ാമത്തെ ഡോക്യുമെന്ററി പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം. മികച്ച 2ാമത്തെ ഡോക്യുമെന്ററി കിണറാഴങ്ങളിൽ ഒരു കുഞ്ഞു പെണ്ണ്. വെള്ളിക്കുളങ്ങര കട്ടിപ്പുകത്ത് കനത്ത മഴയിൽ വീട് ഭാഗികമായി തകർന്നു. ഏറാട്ടുപറമ്പിൽ ഹനീഫയുടെ ഓടിട്ട വീടിന്റെ ഒരു ഭാഗമാണ് മഴയിൽ തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗഹൃദ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രിൻസിപ്പൽ A അബീദ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുരളി അധ്യക്ഷത വഹിച്ചു. സൗഹൃദ കോർഡിനേറ്റർ ശോഭ പത്മനാഭൻ പദ്ധതി വിശദീകരണം നടത്തി. ഗോ ഗ്രീൻ റിവൈസ് പ്രോജക്ടുകളുടെ ലോഞ്ചിംഗും നടന്നു. പ്രധാന അധ്യാപിക ബീന K മേനോൻ, PA ജിഷ, R ശാലിനി, നെൽസൺ V മാത്യു എന്നിവർ സംസാരിച്ചു.
ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള അരി സൂക്ഷിക്കുന്നതിനായി അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിന് ഇരുമ്പുകൊണ്ടുള്ള അരിപ്പെട്ടി കൈമാറി. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കും വിദ്യാലയത്തിലെ അധ്യാപക രക്ഷകർതൃ സമിതിയും സംയുക്തമായാണ് അരിപ്പെട്ടി നൽകിയത്. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക റജില ടീച്ചർക്ക് പെട്ടി കൈമാറി. PTA പ്രസിഡന്റ് ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു. ആവശ്യമാണ്, അതിന് ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ് HMനോട്. അപ്പോൾ HM പറഞ്ഞത് ഇന്ന് HM മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറി പോവുകയാണ്. അപ്പോൾ ഇത് കൂടി ഞങ്ങൾ നിർവഹിച്ചിട്ട് വളരെ സന്തോഷമായിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ചടങ്ങ്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നമ്മുടെ അഴീക്കോടിൻ്റെ ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭയുടെ അനാസ്ഥയാണ് ഡെങ്കിപ്പനി വ്യാപിക്കാൻ ഇടയാക്കിയതെന്ന് പ്രതിപക്ഷം. പുലിഭീതി ഒഴിയാതെ മരോട്ടിച്ചാൽ പുലിയിറങ്ങിയ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. അടാട്ട് പഞ്ചായത്തിൽ 16-ാം വാർഡിൽ മഴവെള്ളം കുത്തിയൊഴുകി റോഡ് അപകടാവസ്ഥയിൽ. ദുരിതത്തിലായി പ്രദേശവാസികൾ. കൊടകരയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചുകയറി. 2 പേർക്ക് പരിക്ക്. ഗുരുവായൂരിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണു. ഡ്രൈവർ ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രമുഖ ഫുട്ബോൾ താരം TK ചാത്തുണ്ണിക്ക് കായിക ലോകത്തിന്റെ അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് കായിക ലോകത്തെ അതുല്യ പ്രതിഭ. സംസ്കാരം വ്യാഴാഴ്ച. ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അനുശോചിച്ചു. വേലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന കിടായിപ്പാടം ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.